തൃശൂർ ഗാനമേളയ്ക്കിടെ പോലീസ് ലാത്തിച്ചാർജ്. മാള പള്ളിപ്പുറം പള്ളിയിലാണ് സംഭവം. വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ മർദ്ദനമേറ്റതായാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മണികണ്ഠൻ വരവൂരുണ്ട് വിവരങ്ങൾ നൽകാൻ. മണികണ്ഠൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ലാത്തിച്ചാർജിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുണ്ടായ സാഹചര്യം എന്താണ്? നിത, മാള പള്ളിപ്പുറം പള്ളിയിൽ ഉണ്ടായിരുന്ന പരിപാടിക്കിടെ, ഗാനമേളയ്ക്കിടെയാണ് ഇപ്പോൾ ഈ പോലീസ് ലാത്തിച്ചാർജ് എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഗാനമേളയ്ക്കിടെ ഡാൻസ് കളിച്ചതിന്റെ പേരിൽ പോലീസ് മർദ്ദിച്ചതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി യാണ് പള്ളിപ്പെരുന്നാളിനിടെ ഈ ഗാനമേള നടക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം നടത്തണമെന്നും പരാതി നൽകുമെന്നും ആണ് ഇപ്പോൾ നാട്ടുകാർ, കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവർ ഈ ഡാൻസ് കളിക്കൂ, ഒരു വട്ടം പോലീസ് വന്നിട്ട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഡാൻസ് കളിച്ചു, നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കി എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേപോലെ തന്നെ നിരവധി ഭിന്നശേഷിക്കാരനടക്കം മർദ്ദിച്ചു, അനന്തടക്കം ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ മർദ്ദിച്ചു എന്നും അടക്കമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ നാട്ടുകാർ പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഇവരോട് പിന്നെയും പറയണമെന്ന് മർദ്ദിക്കേണ്ട ആവശ്യമില്ലെന്നും നിരവധി പേർക്ക് പരിക്കുണ്ടെന്നുമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിത, ഈ ഗാനമേളയാകുമ്പോൾ ഡാൻസ് കളിക്കുന്നതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണല്ലോ, അതിനിങ്ങനെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇതിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ഒരാളെ ഒന്നിലേറെ പോലീസുകാർ വന്ന് ലാത്തി കൊണ്ട് അടിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ പരിക്ക് എങ്ങനെയാണ്? ഭിന്നശേഷിക്കാരനും അടി കിട്ടിയെന്നാണ് മനസ്സിലാവുന്നത്. അതെ നിത, ഇപ്പോൾ പൂരത്തിന്റെ സീസണാണ്. തൃശൂർ, പാലക്കാട് ജില്ലയിലൊക്കെ ഇപ്പൊ പൂരമുണ്ട്. എല്ലാ മാസങ്ങളിലും പൂരത്തിന്റെ സീസണാണ്. എല്ലാ ദിവസവും ഗാനമേളയും അതേപോലെ സ്റ്റേജ് ഷോയും പല പരിപാടികളും ഉണ്ട്. ഇത് പോലീസിനെതിരെ ഇത് ആദ്യമായി ഉയർന്നു വരുന്ന ഒരു ആരോപണമല്ല. പല പരിപാടിക്കും, സ്റ്റേജ് ഷോയ്ക്കിടെയും ഗാനമേളയ്ക്കിടെ ഇതിനു മുന്നേയും ഒരു പ്രശ്നമില്ലാതെ പോലീസ് ഇതുപോലെ ലാത്തിച്ചാർജ് ഉപയോഗിക്കുന്നത് ഇതിനു മുന്നും പല തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ പല വാർത്തകളും ആരോപണങ്ങളും ഇതിനു മുന്നേയും വന്നിരുന്നു. ഇവർക്ക് തലയ്ക്ക് പരിക്കുണ്ട്, ഒരാൾക്ക് തലയ്ക്ക് പരിക്ക് ഓടുന്നതിനിടെ പരിക്കുണ്ടതിനെ കൂട്ടിമുട്ടിയിട്ടും പലർക്കും ചെറിയ പരിക്കുകളാണ് ഉള്ളതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നീത, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.